വന്നിട്ട് ഓർമ്മ. ഹായ്, ഇന്നല്ല നല്ല ദിവസമാണ്. കാരണം ഇന്ന് കച്ചവടം കുറച്ച് കുറവാണ്. അതുകൊണ്ട് എല്ലാവരും കുറച്ച് ഡെസ്പാന്നല്ലേ അബി ഉണ്ണി. പിന്നെ ഇവർക്ക് ഇന്ന് കുറേ പണിയുണ്ടായിരുന്നു അല്ലേ. നമ്മളെ ഗോഡൗണെല്ലാം ക്ലിയർ ആക്കി, അതായത് നമ്മൾ ഈ കോംപ്ലിമെന്റിൽ വെച്ച റൂം ഉണ്ടല്ലോ ക്ലിയർ ആക്കലായിരുന്നു. ഉണ്ണി, അബി, പിന്നെ നമ്മളെ വിജേഷ് ഒന്ന് ചിരിച്ചേ കൊണ്ടുപോക്കിട്ട് വിജേഷ്, പിന്നെ നമ്മളെ ഷമീർ, പിന്നെ നമ്മളെ രാകേഷ്, സുജേഷ്. അപ്പോൾ എല്ലാവരും ഇന്ന് നല്ല ക്ഷീണത്തിലാണ്. അപ്പോൾ അധ്വാനിച്ചല്ലേ. മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഒരു മുഷിപ്പാണ്, കച്ചവടം ആള് കുറവല്ലായുണ്ട്. ഇന്ന് നമ്മളൊരു പ്ലാൻ അങ്ങ് തീരുമാനിച്ചല്ലേ ഷബീറ. നമ്മള് ഇടയ്ക്ക് എല്ലാരും കൂടി ഒരു ഫുഡ് അടിക്കാനെല്ലാം പോകണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഏതായാലും ഫുഡ് അടിക്കാന്നുള്ള പ്ലാനാണ്. അല്ല വിചാരിച്ചാ എല്ലാരും കൂടി പോയിട്ട് ഫുഡ് അടിക്കണം. അപ്പൊ കണ്ണൂർ പോയിട്ട് ഫുഡ് അടിക്കേണ്ട പരിപാടി. വീട്ടിൽ നിന്ന് കുറെ പറയുന്നത് നമുക്ക് എല്ലാരും കൂടി ഒരിക്കൽ പോകേണ്ടത് തിന്നാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടയും പറഞ്ഞ ഷബീറ നമ്മള് അപ്പൊ എവിടെയാ തീരുമാനിച്ചാ? കണ്ണൂര് നമ്മള് റാന്തലിൽ പോകുന്നിരിക്കുന്നേ. ആടെ കുറേ പോയിട്ട് ബാക്കി എല്ലാ റെസ്റ്റോറൻറ്റിലും നമ്മള് അത്യാവശ്യം ഇങ്ങനെ ഒരു കറക്കത്തിൽ പൂക്കണ്ടേ. ഇപ്പം കുറേ അങ്ങോട്ട് പോകത്തെ. പിന്നെ റാന്തലിലൊരു പ്രത്യേകം ഒന്നും അറിയാവുക, മഴയില്ലെങ്കിലും മഴയത്തിരുന്ന് നിന്ന ഫീലിംഗ് ആണ്. ശബീറിന് അറിയാവോ അത്? വെള്ളെങ്കിലും ഒഴുകിയിട്ട്. പിന്നെ ജബീറ ആടെ ഉച്ചക്കുണ്ടല്ലോ ഈ നാടൻ കറി, പിന്നെ ഈ ലൈവ് ഫിഷ് ഇല്ലേ, ആ ഫിഷ് പരിപാടിയിലുണ്ടാവും. ഞണ്ടെല്ലാം ജീവനോടെ ഉണ്ടാവും. അതിന്റെ ജീവനോടെ എടുത്ത് മുറിച്ച് കൈയോടെ തന്നെ ആക്കുന്ന പരിപാടി ഇല്ലാന്നല്ല അർത്ഥം. ഈ സമയം നല്ല വിശപ്പല്ല അധ്വാനിച്ചിട്ട് നാടൻ കറി ഞണ്ട് കറി വായുന്നാളും വരുക. അപ്പൊ ആടെ അങ്ങനെ സ്പെഷ്യൽ എടുത്ത് കേട്ട് അപ്പം നമ്മൾ ഏതായാലും അവിടെ പോയിട്ട് ഇന്ന് ഫുഡ് കഴിക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമ്മളെ സ്റ്റാഫ് എല്ലാവരും ഇല്ല, കുറച്ചാൾക്ക് വേറെ പരിപാടി. എന്തായാലും നമ്മളെല്ലാവരും കൂടിയിട്ട് ഇന്ന് ഷോപ്പ് കൂട്ടിയോടെ നേരെ അങ്ങോട്ടേക്ക് പോകേണ്ട പരിപാടിയാണ്. അതുകൊണ്ട് ഇതാ വേഗം എടുത്തു വെക്കേണ്ട പരിപാടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീട്ടിൽ പോയിട്ട് നമ്മളെ മമ്മീനെയും മക്കളെയും കൂട്ടിയിട്ട് വരണം. അതിന് ഞാനേതായാലും വിടാം. ഏയ് ആവൂലേ, സെറ്റ് ആവൂലേ, തീരുന്ന പരിപാടി. ഇവര് സാധാരണ 8:30 9 എടുത്തു വെക്കാൻ വേണ്ടിട്ട് ഇത് കൗണ്ട് ചെയ്ത് ചെയ്യൂല, കണക്ക് മുട്ടൂല, അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞ ഇന്ന് 7 ആകുമ്പം എല്ലാം ക്ലിയർ ആക്കി 7:45 എടുത്തു വെച്ച് 8 മണിയാകുമ്പോൾ വിടുന്ന പറഞ്ഞത്. ഇപ്പൊ സമയത്തിന് 7:20 ആയിട്ടുണ്ട്. അപ്പൊ 7:45 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങേണ്ട പരിപാടി. എല്ലാരും ഓക്കെ അല്ല? ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പോയിട്ട് മമ്മീനെ കൂട്ടിട്ട് വരട്ടെ. പോകുന്നതിന് മുമ്പേ നമ്മളെ പഴയൊരു സ്റ്റാഫ് എത്തിയിട്ടുണ്ട്. ടണ്ടടേ, ഇതാണ് രാജു അത്തലാട്ട്. അത്യാവശ്യം ഫേമസ് ആയാളാന്നല്ലേ. നമ്മൾ ഈ കരിങ്കുപ്പി ഭാഗത്തല്ലേ കുറെ ഒരു സാന്നിധ്യം ഉണ്ടല്ലേ, ഒരു പൂക്കോരം ഉണ്ട്. നമ്മളിവിടെ പൂക്കോര വെച്ചാലാണ് കുളിക്കണ്ട പൂക്കോര എന്നല്ല പറയുന്നില്ല. രാജു ഗൾഫിലാണ്, ഇപ്പൊ നാട്ടിൽ തന്നെ ഉള്ള. പണ്ട് നമ്മളെ അക്കൗണ്ടന്റ് ആയിട്ട് കുറെ വർക്ക് ചെയ്യണ്ടല്ലേ രാജു. നമ്മൾ ഒരുപാട് ടൂറിൽ അടിച്ചിട്ടുണ്ടല്ലേ, റിസോർട്ടില് അങ്ങനെയുള്ള നമ്മൾ എന്തായാലും ഭയങ്കര കറക്കായിരുന്നു. ഇപ്പൊ പിന്നെ എടാ നമ്മളിപ്പോ പോവാ നമ്മളിന്ന് കണ്ണൂര് റാന്തലില് ഫുഡ് ഉണ്ട്. എല്ലാരും കൂടി ഫുഡ് കഴിക്കേണ്ട പരിപാടി, പറക്കേണ്ട പരിപാടി. ഞാൻ ഇപ്പൊ വൈഫിനെ കൂട്ടി പറഞ്ഞ അതിന്റെ പരിപാടിയാണ്. നീ വരുന്നാ? വരാതെ വരുന്ന അന്ന് മിസ്സല്ല. ആ നീ നമ്മള് പഴയ സ്റ്റാഫിനല്ലപ്പാ. എന്നാ തോന്നി ഇറങ്ങും വണ്ടി ഇട്ടതൊക്കെ ഇറങ്ങും, വണ്ടിയിൽ സീറ്റ് ഇട്ടതൊക്കെ അതെയോ. രാജു പെരുന്നാളം പറയുന്നേ, ഓൻ വെറുതെ വരുന്ന കേട്ടോ. അവന് വീട്ടിൽ ഓടും ഭക്ഷണമില്ലാക്കി വെച്ചിട്ടുണ്ടോ. ഇവൻ പോയിട്ടില്ല കിട്ടില്ല, ഓള് വിറ്റേന്നുണ്ടല്ലോ, തിന്നാൻ കൊടുക്കലുണ്ടാവില്ല. അപ്പോ അങ്ങനെ നമ്മുടെ സ്റ്റാഫ് പഴയ സ്റ്റാഫിനെ പരിചയപ്പെടുത്തി തന്നെ. ഞാനതെല്ലാം പോയിട്ട് മമ്മീനെ കൂട്ടി വെച്ചാൽ ഓക്കെ രാജു. കുറേ പണിയുണ്ട്. വണ്ടിയിൽ ചാവി എടുത്ത സോറി, ആ ചാവി എടുക്കാൻ മതി. ശരി, ചാവി നിർത്തരപ്പ വയ്ക്കണ്ട ചാവി. ആവണേ ആദ്യം വെയിറ്റ് ചെയ്യുന്നൊക്കെ കേട്ടാ. അപ്പൊ സ്കോട്ട് അടിച്ചാ പൈസ എടുത്ത് പറഞ്ഞിട്ട് വന്നേ കേട്ടാ, 100 അടിക്കാൻ വേണ്ടിട്ട്. ഓക്കെ ഓക്കെ. ശ്രുതിയോട് റെഡിയായി നിൽക്കാൻ വേണ്ടി പറഞ്ഞേ, പോയി നോക്കട്ടെ എന്തായി അവസ്ഥ എന്നുള്ളത്. അപ്പം വീട്ടിലെത്തിണ്ട. ഹായ് മമ്മി. അല്ല റെഡിയായാ? ഹായ് ദേവാ. അച്ചോട്ടെ കൊണ്ടോക്കിയാ സുന്ദരിക്കുട്ടിയായിട്ടല്ല. എവിടെ പോകേണ്ട പരിപാടിയാ പറഞ്ഞട്ടെ. ഓ ഒന്നും പറഞ്ഞില്ല, മക്കടിക്കൊന്നും പറഞ്ഞില്ല. ജാനറിയാവോ? ജാനോ സകലൊന്നും മണത്ത് പിടിക്കുന്നല്ലേ. ഏത് ഹോട്ടലില്? അല്ല എന്നാ പിന്നെ ഞാനൊരു കുളി വിളിക്കണം, എന്നാലും കൂടി ഫ്രഷ് കിട്ടുള്ളൂ. ഓക്കെ, എന്നാ പിന്നെ നമ്മൾ കുളിക്കേണ്ട പരിപാടി. ഓക്കെ, ഞാനിതാ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. മമ്മി വെയിറ്റ് ചെയ്ത് കുറച്ച് ക്ഷീണം പിടിച്ചല്ലേ. ഞാൻ പറഞ്ഞ് 7 ആകുമ്പോ റെഡി ആവണം, എന്നാലും നമുക്ക് പോകില്ലെന്നും പറഞ്ഞ് സ്ട്രിക്റ്റ് ആക്കി വെച്ചാൽ. അപ്പൊ അങ്ങനെയുള്ള പിന്നെ ഷർട്ട് ഞാൻ മാറ്റിയില്ല കേട്ടാ, വേറൊന്നുമില്ല. എനിക്കിപ്പോ പോയി വന്നപാട് ആദ്യം വന്നിട്ട് കുളിച്ചിട്ട് കിടന്നുറങ്ങേണ്ടതല്ല. പിന്നെ ഈ ഷർട്ട് മാറ്റി പുതിയ എടുത്ത് വെറുതെ എന്റെ
മമ്മീനെ വെറുതെ കഷ്ടപ്പെടുത്തിയിട്ടുള്ള അലക്കണ്ട വെച്ചിട്ട് ആ പരിപാടി ഏതായാലും ചെയ്തിട്ടില്ല. അപ്പൊ നമ്മളേതായാലും വിടേണ്ട പരിപാടി റെസ്റ്റോറന്റ് മനസ്സിലായിരിക്കും റാന്തല്ലേ മുമ്പ് മറ്റേ മഴ പെയ്യുന്ന നമ്മള് മുന്നേ പോയതാ. ഇപ്പൊ കൊറേ പോകത്തെ തളാപ്പാത്ത സ്ഥലം നമ്മള് കണ്ണൂര് പോയി കണ്ണൂര് മൊത്തം കറങ്ങുക ചെയ്യാ. അപ്പൊ ഇപ്രാവശ്യം ആടെ പോകുന്നൊരു പ്ലാന്. അപ്പൊ വിടേണ്ട പരിപാടി കേട്ടാ. എനിക്കിതാ നമ്മള് മോളുട്ടിയല്ലേതാ റെഡി ഇതാക്കിയട്ടെ. അയ്യോ സ്വന്തം ഇന്നാക്കിയപ്പോൾ മോളിൽ എന്തെല്ലോ പരിപാടി കേള് ചെയ്യാൻ വേണ്ടിട്ടുള്ള പരിപാടി ഇറങ്ങട്ടാ. പിന്നെ ബാക്കി രണ്ടാൾ റെഡി ആയിട്ട് പുറത്ത് വെയിറ്റ് ഉണ്ട്. അച്ചൂട്ടിനെ ദേഷ്യം പിടിച്ചിട്ടുണ്ടാവില്ലേ കാത്തു നിന്നിട്ട്? ഇനിതാ എന്നെ കണ്ടില്ല, കണ്ടുകഴിഞ്ഞാൽ കലമ്പായിരിക്കും. പിന്നെ സ്റ്റാഫെല്ലാം ഷോപ്പിലാവുള്ള നോക്കുമ്പോൾ എൻ്റെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർ കറന്ന് ഇറങ്ങാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ കസ്റ്റമറെ നോക്ക് ഷോപ്പ് പൂട്ടിട്ട് ചാവി കൊണ്ടുപോവാ, എന്നിട്ട് ഇവിടെ വന്നിട്ട് എല്ലാവർക്കും ഒരുമിച്ചോ അല്ല അല്ല അല്ല. അപ്പൊ ഇവിടെ വന്നിട്ട് എല്ലാവർക്കും ഒരുമിച്ച് അവര് ബൈക്കിലുണ്ടാവും, നമ്മളെ കാറിലങ്ങനെ ഒരുമിച്ച് വിടാൻ വെച്ച് അവിടെ ഒരേ ടൈം എത്തിക്കോട്ട് അല്ല അല്ല മമ്മി. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നത്തെ പ്ലാന് ഏതായാലും അവരെ വെയിറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇതാ നമ്മളെ നായകന്മാരിലെത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ, എല്ലാം റെഡി അല്ലേ? മിസ്സായ ആന്താ ഷബീറ അല്ല അല്ലം പൊട്ട് എത്ര മണിക്ക് പൊട്ടാൻ പറഞ്ഞ 7:45 സെറ്റ് ആയിരുന്നു. അതിന്റെ ഇടയിൽ ഒരു കസ്റ്റമർ അതുകൊണ്ട് അല്ലെങ്കിൽ സെറ്റ് ആവും. പ്ലാൻ സെറ്റ് അല്ലേ? 8:15 8:30 എത്തുമല്ലോ. 8:15 എന്നാ പിന്നെ വിട്ടുവിടുന്നല്ലേ? അത് നിങ്ങൾ വിട്ടോ, നമ്മൾ ബാക്കിൽ തന്നെ പറഞ്ഞു വരാം. ഓക്കെ റെഡി. അപ്പോൾ ഇതാ സ്റ്റാഫെല്ലാം ഇറങ്ങലായി. സമയമെല്ലാം ഏതാണ്ട് പറഞ്ഞതിനെക്കാട്ടി ഒരു 1/4 മണിക്കൂർ ലേറ്റ് അതിന് അത്രയേ ഉള്ള. ഇതാ മമ്മി മക്കളും നേരത്തെ റെഡി ആയതാണ്. അതിൻ്റെ ചെറിയൊരു മുഷിപ്പുണ്ട് കാത്തു നിന്നിട്ട്. അപ്പോൾ വണ്ടി കയറി നമ്മളിതാ കണ്ണൂർ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ റാന്തൽ എത്താനായിട്ടുണ്ട് കേട്ടോ. നേരെ AKGൻ്റെ മുമ്പിലേക്കുള്ള റോഡ് നേരെ കയറി കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇടത് വശത്താണ് നമ്മൾ ഈ റാന്തൽ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. ഇത് ശരിക്കും തളാപ്പ് എന്നാണ് ഈ സ്ഥലത്തിന് പറയുക. അപ്പം നമ്മളിവിടെ എത്തുന്നതിന് മുമ്പേ ഇതാ സ്റ്റാഫെല്ലാം എത്തിന് കേട്ടോ. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇല്ലെങ്കിൽ ശനി ഞായറിലും കൂടെ ഫുൾ തിരക്കായിരിക്കും. പാർക്കിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല സുഖകരമായി പാർക്കിങ് കിട്ടിയിട്ടുണ്ട്. മക്കളൊക്കെ വളരെ ഹാപ്പിയില്ലാന്ന് കേട്ടോ. കുറേയായി ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടേ. ഇവിടെ കുട്ടികൾക്ക് ഓടിക്കളിക്കാൻ വേണ്ടി നല്ല സൗകര്യമുണ്ട്, കാണുന്നില്ലേ? വലിയൊരു മുറ്റൊക്കെ ആയിട്ട് പാർക്കിങ്ങാണ്, എന്നാലും കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട്. വെള്ളം വീഴുന്ന ഒച്ചയായിട്ടില്ലേ? ഇതാ ഞാൻ പറഞ്ഞത്, മഴയില്ലെങ്കിലും മഴയുള്ള ഫീലിംഗ് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലൊക്കെ AC-ലൊക്കെ കയറിയേ. അപ്പോൾ ഇത് ഇവിടുത്തെ മാനേജറാണ്. നമ്മളെ വീഡിയോയിലും കണ്ടിട്ട് മാനേജർക്ക് നമ്മളെല്ലാം പരിചയമുണ്ട്. അതുകൊണ്ട് ഓർഡർ എടുക്കാൻ മാനേജർ തന്നെ വന്ന കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം തന്നെ സൂപ്പ് ഓർഡർ ചെയ്തേ, നല്ല ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തേ. അതിൻ്റെ ഇടയിൽ മാനേജർ പറഞ്ഞ് ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു സംഭവം കണ്ടിരുന്നു. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പുറത്തിറങ്ങിയിട്ട് ആ സംഭവം കാണാൻ വേണ്ടിയുള്ള പോക്കാണ്. നോക്കുമ്പോൾ സംഭവം കണ്ടപ്പോൾ നമ്മൾ ഞെട്ടി. ഫസ്റ്റ് ടൈം അടിച്ചു കയറിയതല്ലേ, ഇത് ശ്രദ്ധിച്ചില്ല. നോക്കട്ടെ, ഇവിടെ ഒരു തോണിയുണ്ട്. തോണി നിറയെ ഐസ് ഇട്ടിട്ട് അതിൻ്റെ അത് വേണ്ടുന്ന മീനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനാണ് തിന്നാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ മീൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയൊരു മീൻ ഓർഡർ ചെയ്ത് വന്നിട്ട് ഒരു അമൂറും പിന്നെ ഒരു കൂന്തൽ കുറച്ച് ചെമ്മീനൊക്കെ നമ്മൾ ഓർഡർ ചെയ്തേ. അപ്പോൾ അതെല്ലാം കൈയോടെ തന്നെ തൂക്കിയിട്ട് അവർ കൈയോടെ തന്നെ മുറിച്ച് ആക്കി തരുമോ ഈ സംഭവം കേട്ടോ. നമ്മളിപ്പോൾ മീനെല്ലാം കണ്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഭക്ഷണത്തിന് മുമ്പേ ചിക്കൻ സൂപ്പ് ഒന്ന് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൻ്റെ കുരുമുളകിലും കൂടി വയറിനൊരു എരിവ് കിട്ടാണ്ട് നല്ലൊരു വിശപ്പ് കിട്ടും. നല്ലൊരു സ്റ്റാർട്ടിങ്ങിന് ബെസ്റ്റാണ് ഈ ചിക്കൻ സൂപ്പ്. അപ്പോൾ എല്ലാവരും കൂടി ചിക്കൻ സൂപ്പും കഴിച്ച് എന്നിട്ട് അടുത്തത് സ്റ്റാർട്ടറാണ് ഓർഡർ ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാർട്ടർ നമ്മൾ ഓർഡർ ചെയ്തേ. അതിൻ്റെ ഇടയ്ക്ക് മക്കൾക്ക് നല്ല വിശപ്പെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്ത്. അപ്പോൾ മക്കൾ അത് കുറച്ച് കഴിച്ചേ. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാണ് നമ്മളെ സ്റ്റാർട്ടർ അതാ വരുന്ന. ഇത് കണ്ട സാധനം 2020 എന്നാണ് ഇതിൻ്റെ പേര്. ചിക്കനാണ് സംഭവം. പിന്നെ അടുത്ത ആളെ നോക്കിയാട്ടെ, വേറൊരു സുന്ദരൻ. ഇത് സ്വീറ്റ് കോൺ കേട്ടോ, വെജാണ്. നമ്മളെ ചോളത്തിൻ്റെ ചെറുതില്ലേ, അത് മുറിച്ചിട്ടുള്ള നല്ല ടേസ്റ്റി സംഭവമാണ്. എന്തായാലും രണ്ട് നമുക്ക് നല്ല ഇഷ്ടമായി. എല്ലാവരും കൂടി അത് നല്ലോണം വെച്ചടിച്ച് കേട്ടോ. അപ്പോൾ തിന്ന് കുറച്ച് കുടലൊന്ന് സെറ്റായിക്കൊണ്ടല്ല ബാക്കി സാധനം നമ്മൾ ഓർഡർ ചെയ്തത് എല്ലാം മെല്ലെ മെല്ലെ ഓർഡർ ചെയ്തത്. കാരണം ഇത് ഉള്ളിലേക്കല്ലേ പോകുന്നത്, അവിടെ നിന്ന് ദഹിക്കണ്ടേ. ഇതാ മമ്മി നോക്കിയ സ്റ്റാർട്ടർ നമ്മൾ തന്നെ കുടലിറങ്ങി തോന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പുറത്തെല്ലാം നടന്ന് വരുമ്പോഴത്തേക്ക് ഇതാ നമ്മുടെ അടുത്ത ഫുഡ് എത്തിയിട്ടുണ്ട്. ഇത് നോക്കിയാട്ടെ, കാന്താരി ചിക്കൻ ഗ്രേവി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അമൂറ് പൊരിച്ചതും ചെമ്മീനും പിന്നെ വേറൊരു മീനും ഉണ്ട് കേട്ടോ. നോക്കിയാൽ നല്ല വലുപ്പമുണ്ട്, എൻ്റെ കൈനെക്കാട്ടി വലുപ്പമുണ്ട് സാധനം കിട്ടുക. ഇതെല്ലാം കൂടി മമ്മീൻ്റെ മുമ്പിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. സൂപ്പും സ്റ്റാർട്ടറും കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നോക്കിയട്ടെ ആ ടേബിൾ മൊത്തം നിറഞ്ഞേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി ആ ടേബിളുണ്ട്, ഇപ്പുറത്തെ ടേബിൾ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ടേബിൾ വന്ന് ഇരുത്താന്ന് നോക്കിയട്ടെ.
മമ്മി അതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഒരു വീഡിയോ എടുക്കണമെന്ന് പറ്റി ഇരുന്നതാണേ. ഇതാ ഫസ്റ്റ് നോക്കിയട്ടെ, ചിക്കൻ്റെ ഒരു ഐറ്റാണ്. അഹങ്കാരം ചിക്കൻ എന്നാണ് ഇതിൻ്റെ പേര്, അവരുടെ പേരാൻ തോന്നും കേട്ടോ. പിന്നെ 3 വിധം ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ നമ്മളെ ചെമ്മീൻ, പിന്നെ നമ്മളെ അമൂറ് പൊരിച്ചത്, പിന്നെ നല്ല ദോശ, ഫ്ലവർ പോലത്തെ നല്ല ദോശയൊക്കെ ഇട്ടെ, അത് മീനിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ. നല്ല മധുരമുള്ള ഒരു സംഗതിയാണ്, രസമുണ്ട് എന്തായാലും. എല്ലാം കൂടി ഇങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും പുതിയ പ്ലേറ്റ് തന്നെ എടുത്ത് ഇതാ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് തീറ്റ കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല സെറ്റപ്പിലാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഫസ്റ്റ് നൂൽ പൊറോട്ടയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഗ്രേവിയൊക്കെ അത് ഞാനാദ്യം എടുത്ത് കേട്ടോ. ഓരോരാൾ ഓരോന്ന് എടുക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാം കിട്ടിയെന്നറിയില്ലെങ്കിലും എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കുണ്ടല്ല നമ്മുടെ സ്റ്റാഫ് ഇത് കൃത്യമായിട്ട് എല്ലാം എടുത്ത് തന്നിട്ടാ. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മത്സരം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക, വേണ്ടെങ്കിൽ ഓർഡർ ചെയ്തോന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ നോക്കിയിട്ട് ഒരു കാന്താരി ചിക്കൻ വന്നിട്ടുണ്ട്, പിന്നെ ഇത് കാന്താരി ഗ്രേവി, അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസുകൾ. നമ്മളെന്തായാലും തിരക്കിട്ട് തിന്നുന്നില്ല കേട്ടോ. മെല്ലെ രുചി ആസ്വദിച്ച് മെല്ലെ തിന്നാമതിന് ഞാൻ എല്ലാവരോടും പറഞ്ഞു. കാരണം എല്ലാവർക്കും പോയിട്ട് വലിയ തിരക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ആസ്വദിച്ച് കഴിക്കുക, നല്ലോണം കഴിക്കുക, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പോവാന്നാണ് പറഞ്ഞത്. നമ്മളപ്പോൾ ഇതാ ഭക്ഷണമെല്ലാം കഴിച്ച് തീർന്നേ. നോക്കിയിട്ട് നമ്മളെ ടേബിളിൻ്റെ കോലം. എന്തായാലും എല്ലാവരും നല്ലോണം കഴിച്ചിന്. ഭക്ഷണമൊന്നും അങ്ങനെ ബാക്കിയായില്ല കേട്ടോ, എല്ലാം വൃത്തിക്ക് അങ്ങ് തീർത്തിന്നെ. നോക്കിയാട്ടെ പ്ലേറ്റെല്ലാം നല്ല കണ്ടീഷനാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഐറ്റം ബാക്കിയുണ്ട് തോന്നല്ല, ചെറുങ്ങനെയുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അവിടുത്തെ മാനേജർ അവിടുത്തെ ഷെഫിനെ ഒന്ന് കൂട്ടി വന്നു കേട്ടോ. കാരണം ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ് നിങ്ങളൊന്ന് ഷെഫിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഷെഫിനെ കൂട്ടിക്കൊണ്ടുവന്ന് പിന്നെ നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തി. കമ്പല ജീസൻസ് ഗോൾഡിൻ്റെ ഓണറും സ്റ്റാഫാന്നെല്ലാം പരിചയപ്പെടുത്തി. ഇതാ അവസാനം നമ്മളെ മൊജിറ്റോ കൂടി വന്നു കേട്ടോ. ഭക്ഷണം കഴിച്ച് കുറലാകെ ടൈറ്റായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ ഒരു മൊജിറ്റോ കൂടി കുടിച്ചാണ്ടല്ല എല്ലാം അങ്ങ് ദഹിച്ചങ്ങ് സെറ്റായിക്കോളും. അങ്ങനെ ഇതാ കുത്തിക്കലക്കി അതും കൂടി കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും നല്ല ഹാപ്പി, നല്ല ക്ലിയർ ആയിട്ടാണ്. പിന്നെ എൻ്റെ കാര്യം ഉണ്ടല്ലോ, ഈ വാരി വലിച്ചത് തിന്ന ശീലമുള്ളതുകൊണ്ട് നല്ലോണം തിന്നോടെ ഉണ്ടല്ലോ. നല്ല ക്ഷീണം എന്ന് വെച്ചാൽ നല്ല ക്ഷീണം. ഇനി ഒന്നുമില്ല, വണ്ടി എടുത്ത് നേരെ വീട്ടിൽ പോവുക, കട്ടുമ്പോൾ പോയിട്ട് ഒരു ബീവലാം ആടെങ്കിൽ കിടന്നുറങ്ങിക്കോളാം. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പരിപാടി. എന്നാൽ പിന്നെ ശരി, എല്ലാവർക്കും ഓക്കെ, ബായ്.